കൊരങ്ങാട്ടി പുളിയമാക്കൽ പി.ജി. ജോണിന്റെ പാടശേഖരത്തിൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പുഞ്ചകൃഷിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കെ.വി.കെ. ശാന്തമ്പാറ വികസിപ്പിച്ച 100 ദിവസം കൊണ്ട് വിളയുന്ന മനുരത്ന ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിയിറക്കുന്നത്. കൃഷിഭവന്റെയും കെ.വി.കെ. ശാന്തമ്പാറയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് കൃഷിയിറക്കുന്നത്. കൊരങ്ങാട്ടി പുളിയന്മാക്കൽ പി.ജി. ജോണിന്റെ പാടശേഖരത്തിൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പുഞ്ചകൃഷിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വർഷങ്ങളായി വർഷകൃഷി മാത്രമാണ് ഇദ്ദേഹം ചെയ്തു വന്നിരുന്നത്. കൃഷിക്കാവശ്യമായ ജലലഭ്യത വർദ്ധിച്ചതായും കൃഷിഭവന്റെയും കെ.വി.കെ. ശാന്തമ്പാറയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് കൃഷിയിറക്കുന്നതെന്നും മകൻ ബൈനോ പറഞ്ഞു. വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന കൊരങ്ങാട്ടി പാടശേഖരത്തിലെ പുഞ്ചകൃഷി, വേനകൃഷി ഈ വർഷം മുതൽ പുനരാരംഭിക്കുകയാണ്. ഇപ്പം നല്ല രീതിയിൽ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. തോടിൻ്റെ നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തോട് കീറിപ്പോയപ്പോഴൊക്കെ നല്ല രീതിയിൽ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അപ്പം കൃഷിഭവൻ്റെയും കെ.വി.കെ. ശാന്തമ്പാറയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ നമുക്ക് ഈ വർഷം പുഞ്ചകൃഷിക്ക് കിട്ടുന്നുണ്ട്. കെ.വി.കെ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തന്ന ഒരു മനുരത്ന എന്ന് പറഞ്ഞ ഒരു ഇനം നെല്ല് 100 ദിവസം മതി അത് വിളയാൻ. 100 ദിവസത്തെ ഡ്യൂറേഷനുള്ളൂ. ആ 100 ദിവസത്തെ ഡ്യൂറേഷനുകൊണ്ട് നമുക്കിപ്പം ഫെബ്രുവരി അവസാനത്തോടെ നമുക്ക് വിത ഇറക്കി കഴിഞ്ഞാൽ ഒരു മെയ് അവസാനത്തോടുകൂടി നമുക്ക് പകുതിയോടുകൂടി ഏപ്രിൽ അവസാനത്തോടു കൂടിയൊക്കെ നമുക്കത് കൊയ്യാൻ പറ്റും. വലിയ മഴയ്ക്കൊക്കെ മുമ്പ് നമുക്ക് കൊയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വിത്ത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം പുഞ്ചകൃഷി ഇറക്കുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഏതാണ്ട് 14 ഇനം മഴക്കാലത്ത് ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കെ.വി.കെ. ശാന്തമ്പാറ വികസിപ്പിച്ച 100 ദിവസം കൊണ്ട് വിളയുന്ന മനുരത്ന എന്ന വിത്ത് പരീക്ഷിച്ച് വിജയിച്ചതിനാൽ ഈ ഇനം വേനൽ കൃഷിക്ക് കൂടി ഉപയോഗിക്കാൻ ഇത്തവണ തീരുമാനിക്കുകയായിരുന്നു. കാലാവധി കുറവുള്ള കൃഷ്ണകമോദ്, ചിറ്റേനി, പുഞ്ചകഴമ എന്നീ ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷിയോടൊപ്പം വിവിധതരം കൃഷികളും ചെയ്തുവരുന്ന കുടുംബമാണ് പി.ജി. ജോണിന്റെ കുടുംബം. കൃഷി ഓഫീസർ സിജി, കുടുംബാംഗങ്ങളായ സൂസമ്മ, ജോൺ ബൈനോ, ആൻമേരി ബൈനോ, ജോഹാൻ ബൈനോ ജോൺ, ഡ്രില്ലർ ഓപ്പറേറ്റർ സോബൻ ഡാനിയൽ കീരിപ്ലാക്കൽ എന്നിവർ പൂർണ്ണ പിന്തുണയോടെ ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.